ചോറ്റാനിക്കരയിൽ ക്രൂര പീഡനത്തിനിരയായി മരിച്ച പോക്സോ കേസ് അതിജീവിതയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇന്ന് രാവിലെ 9 മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. അതിനുവേണ്ടി മൃതദേഹം കൊണ്ടുപോകാനുള്ള ദൃശ്യങ്ങളാണ് ആംബുലൻസ് എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നറിയുന്നു. വിവരങ്ങളുമായി എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, പറയൂ. SKN പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ ആംബുലൻസിൽ അല്പസമയം മുമ്പാണ് ഇപ്പോൾ കൊണ്ടുപോയത്. ഏതാണ്ട് 9 മണിയോടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 6 ദിവസം പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ളൊരു ജീവിതത്തിലേക്ക് തിരിച്ച് മല്ലിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെയാണ് മരണം സംഭവിച്ചത്. നമുക്കറിയാം, പെൺകുട്ടിയെ ഇവിടെ എത്തിക്കുമ്പോൾ തന്നെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്നാണ് ഡോക്ടേഴ്സ് വ്യക്തമാക്കിയത്. ഇന്നലെ മരണം സ്ഥിരീകരിച്ചു. എന്തായാലും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ മാത്രമേ എന്താണ് മരണകാരണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല, പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലടക്കം പോലീസ് ഉടൻ തന്നെ തീരുമാനമെടുക്കും. അത്തരം നടപടികൾ ഇന്ന് എന്തായാലും പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകും. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ 9 മണിയോട് തന്നെ ആരംഭിക്കും. അതിനായി മൃതദേഹം ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ.